ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 58ാമത്തെ ദശകം നോക്കാം. കാട്ടുതീയിൽ നിന്ന് ഗോപഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും. ഒന്നാമത്തെ ശ്ലോകം. ത്വയി വിഹരണലോലേ ബാലജാലൈ പ്രലംബ പ്രമദന സവിളംബേ ധേനവസ്വൈരചാരാ തൃണകുതുക നിവിഷ്ടാ ദൂരദൂരം ചരന്ത്യ കിമപി വിപിനമൈഷീഗാഖ്യമേഷാം ബഭൂവു. പദം മുറിച്ച് പറയാം. ത്വയി വിഹരണലോലേ ബാലജാലൈഹി പ്രലംബ പ്രമഥന സവിളംബേ ധേനവഃ സ്വൈരചാരാഃ തൃണകുതുക നിവിഷ്ടാ ദൂരദൂരം ചരന്ത്യഃ കിമപി വിപിനം ഐഷീക ആഖ്യം ഈശാം ബഭൂവുഃ. ത്വയി ബാലജാലൈഹി, അവിടുന്ന് ഭഗവാനെ അവിടുന്ന് ബാലജാലൈഹി ഗോപകുമാരന്മാരോട് കൂടിയിട്ട് വിഹരണ ലോലെ കളിക്കുന്നതിൽ മുഴുകിയിട്ട് പ്രലംബ പ്രമഥന സവിളംബെ പ്രലംബാസുരനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് സവിളംബെ കാലവിളംബം ഉണ്ടായപ്പോൾ കുറേ സമയം താമസിച്ചപ്പോൾ ധേനവഹ സ്വൈരചാരാഹ പശുക്കൾ നാഥനില്ലാതെ യഥേഷ്ടം സഞ്ചരിച്ച് തൃണകുതുക നിവിഷ്ടാഹ പുല്ല് മേഞ്ഞുകൊണ്ട് ദൂരദൂരം ചരന്ത്യഹ വളരെ ദൂരം പോയി ഐഷികാഖ്യം കിമപി ഐഷികം എന്നു പേരായ ഒരു വിപിനം ഈശാം ബഭൂവു കാട്ടിൽ എത്തിച്ചേർന്നു. വിപിനം ഈശാം ബഭൂവു കാട്ടിലെത്തിച്ചേർന്നു. പ്രലംബവധം നടക്കുന്ന സമയത്ത് ഗോപന്മാരും കൃഷ്ണനും കുറേ സമയം കളികളിൽ ഏർപ്പെട്ടു. അതിനുശേഷം പ്രലംബാസുരവധം നടക്കാൻ കുറച്ച് സമയമെടുത്തു. അപ്പോഴൊന്നും പശുക്കളെ ആരും ശ്രദ്ധിച്ചില്ല. പശുക്കൾ അങ്ങനെ നാഥനില്ലാത്തവരായിട്ട് കുറേ ദൂരം അങ്ങനെ സഞ്ചരിച്ച് പുല്ല് അധികമുള്ള സ്ഥലം നോക്കി വളരെ ദൂരത്തേക്ക് പോയി. അങ്ങനെ ഐഷീകം എന്നു പേരായ ഒരു കാട്ടിൽ എത്തിച്ചേർന്നു. ഐഷീകം എന്ന് പറയുന്ന കാട് വൃന്ദാവനത്തിന് പുറത്ത് ഉള്ളതാണ്, അതിർത്തിക്കപ്പുറത്ത്. അതുപോലെ അഗ്നി എളുപ്പം പടർന്നു പിടിക്കാൻ പറ്റിയ പുല്ല് നിറഞ്ഞ ഒരു സ്ഥലവുമാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവനാന്താത് ബഹിരിതമുപയാദാ കാനനം ധേനവസ്താഹ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മതാപ പ്രസര വിസരദംഭസ്യാകുലാസ്തംഭമാബു. പദമുറിച്ച് പറയാം. അനധിഗത നിദാഘ ക്രൗര്യ വൃന്ദാവന അന്താത് ബഹിഹി ഇദം ഉഭയാദാഹ കാനനം ധേനവഃ താഹ തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മ താപ പ്രസര വിസരത് അംഭസ്യ ആകുലാഹ സ്തംഭം ആബുഹു. അനധിഗത നിദാഘ ക്രൗര്യ. അനധിഗത എന്ന് പറയുമ്പോൾ ബാധിക്കാത്ത, നിദാഘ ക്രൗര്യ എന്ന് പറയുമ്പോൾ വേനലിൻ്റെ കാഠിന്യം. അപ്പോൾ അനധിഗത നിദാഘ ക്രൗര്യ വേനൽക്കാലത്തെ കടുത്ത വെയിലിൻ്റെ ചൂട് തട്ടാത്ത വൃന്ദാവനാന്താത് ബഹിഹി വൃന്ദാവനത്തിൻ്റെ അതിരുകൾക്ക് വൃന്ദാവനത്തിൻ്റെ അതിരുകൾക്ക് ബഹിഹി പുറത്തുള്ള ഇദം കാനനം ഉഭയാദാഹ താഹ ധേനവഃ ഇദം കാനനം ഉഭയാദാഹ ഈ ഐഷിക വനത്തിൽ എത്തിച്ചേർന്ന താഹ ധേനവഃ ആ പശുക്കൾ തവ വിരഹ വിഷണ്ണാഹ
ഭഗവാനെ അങ്ങയെ വേർപിരിഞ്ഞിട്ട് വിഷണ്ണാഹ ദുഃഖിതരായിട്ട് ഊഷ്മള ഗ്രീഷ്മ താപ പ്രസര സ്തംഭം ആബുഹു. നിന്തിരുവടിയെ വേർപിരിഞ്ഞ് വിഷാദം പൂണ്ട് ഊഷ്മള ഗ്രീഷ്മ ആവിയെടുക്കുന്ന ഗ്രീഷ്മ താപ വേനൽ ചൂട് തട്ടിയിട്ട് പ്രസര സ്തംഭം ആബുഹു കൂടിക്കൂടി വരുന്ന ദാഹം കൊണ്ട് തളർന്നു. സ്തംഭം ആബുഹു തളർന്നുപോയി. താപപ്രസര ദാഹം കൊണ്ട് സ്തംഭം ആബുഹു തളർന്നുപോയി. അപ്പം ഇവിടെ വേനൽക്കാലത്തിലെ ആ വെയിലിൻ്റെ കനത്ത ചൂട് ബാധിക്കാത്ത വൃന്ദാവനത്തിൻ്റെ അതിർത്തി കടന്ന് പശുക്കൾ അപ്പുറത്തെത്തിയപ്പോൾ ആ പശുക്കൾ ദാഹം കൊണ്ടും വേനൽ ചൂടിനാൽ തപിച്ചുകൊണ്ടും ഭഗവാനെ വേർപിരിഞ്ഞതുകൊണ്ടുള്ള ദുഃഖം കൊണ്ടും വല്ലാതെ തളർന്നുപോയി. മൂന്നാമത്തെ ശ്ലോകം. തദനു സഹസഹായേർദൂരമന്വിഷ്യ ശൗരേ ഗളിതസരണിമുഞ്ചാരണ്യസഞ്ജാതഖേദം പശുകുലമഭിവീക്ഷ്യ ക്ഷിപ്രമാനേതുമാരാ ത്വയി ഗതവതിഃ സർവദോഗ്നിർജൃംഭേ. പദമുറിച്ച് പറയാം. തദനു സഹായൈഃ ദൂരം അന്വേഷ്യ ശൗരേ ഗളിത സരണി മുഞ്ചാരണ്യ സഞ്ജാത ഖേദം പശുകുലം അഭിവീക്ഷ്യ ക്ഷിപ്രം ആനേതും ആരാത് ത്വയി ഗതവതി ഹി ഹി സർവതഃ അഗ്നിഃ ജജൃംഭേ. ഹേ ശൗരേ ഗുരുവായൂരപ്പ, തദനു സഹായൈഃ അനന്തരം സഹായികളോട് കൂടിയിട്ട് സഹായികളോട് കൂടിയിട്ട് ദൂരം അന്വേഷ്യ വളരെ ദൂരം അന്വേഷിച്ചിട്ട് ഗളിത സരണി മുഞ്ചാരണ്യ വഴി തെറ്റിയിട്ട് പുൽക്കാട്ടിൽ ഉഴലുന്ന സഞ്ജാതഖേദം പശുകുലം അഭിവീക്ഷ്യ ആ പുൽക്കാട്ടിൽ പെട്ടിട്ട് വലയുന്ന പശുക്കളെ കണ്ടിട്ട് കണ്ടിട്ട് ക്ഷിപ്രം ആനേതും ത്വയി ആരാത് ഗതവതി. ക്ഷിപ്രം പെട്ടെന്ന് ആനേതും അവരെ തെളിച്ചു കൊണ്ടുവരാനായിട്ട് ത്വയി അങ്ങ് ആരാത് ഗതവതി അവിടെ നിന്ന് പോയപ്പോൾ സർവതഃ അഗ്നിഃ ജജൃംഭേ ചുറ്റുപാടും കാട്ടുതീ പടർന്നു പിടിച്ചു. ഹി ഹി കഷ്ടം കഷ്ടം. പിന്നീട് വളരെ ദൂരം അന്വേഷിച്ച് നടന്നപ്പോൾ വഴി തെറ്റിയിട്ട് പുൽക്കാട്ടിൽപ്പെട്ട് വലയുന്ന പശുക്കളെ കണ്ടിട്ട് പശുക്കളെ തെളിച്ച് കൊണ്ടുവരാനായിട്ട് കൂട്ടുകാരുടെ അടുക്കൽ നിന്ന് ഭഗവാൻ പശുക്കളുടെ അടുത്തേക്ക് പോയപ്പോൾ ചുറ്റുപാടും കാട്ടുതീ പടർന്നു പിടിച്ചു. ഇനി നാലാമത്തെ ശ്ലോകം. സകലഹരിദിദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി വിഹതമാർഗ അർദ്ധദഗ്ധ ഇവാർത്താഃ അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. പദമുറിച്ച് പറയാം. സകല ഹരിതി ദീപ്തേ ഘോര ഭാങ്കാര ഭീമേ ശിഖിനി വിഹതമാർഗ അർദ്ധദഗ്ധ ഇവ ആർത്താഃ അഹഹ ഭുവനബന്ധോ പാഹി പാഹി ഇതി സർവേ ശരണം ഉപഗതാഃ ത്വാം താപഹർത്താരം ഏകം. ഘോര ഭാങ്കാര ഭീമേ ഘോര ക്രൂരമായ ഭാങ്കാരം ഭാം ഭാം എന്നുള്ള ആ ശബ്ദം ആ ഭയങ്കരമായിരിക്കുന്ന ആ ഒച്ച കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന ശിഖിനി ജ്വാലകളോടുകൂടിയ സകലഹരിതി എല്ലാ ദിക്കും ആ ജ്വാലകളോടുകൂടിയ അഗ്നി എല്ലാ ദിക്കും സകലഹരിതി എല്ലാ ദിക്കും പടർന്നു പിടിച്ചപ്പോൾ വിഹതമാർഗാഹ
ദീപ്തേ വിഹതമാർഗാഹ, വഴി കിട്ടാത്തവരായിട്ട്, അർദ്ധദഗ്ധാഹ ഇവ, പകുതി വെന്തതുപോലെ, ആർത്താഹ, ആർത്തന്മാരായിട്ട്, ആഹഹ അയ്യയ്യോ, ഭുവനബന്ധോ, ഭഗവാനെ പാഹി പാഹി ഇതി ഉക്ത്വ, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്, സർവേ എല്ലാവരും, ഏകം താപഹർത്താരം ത്വാം, ഒരേയൊരു ദുഃഖവിനാശകനായ ത്വാം അങ്ങയെ ശരണം ഉപഗതാഹ, ശരണം പ്രാപിച്ചു. ഘോര ഭാങ്കാര ഭീമേ, ഭാങ്കാരം ഭാം ഭാം എന്നുള്ള ഒച്ച, ഘോരമായ ഭാം ഭാം എന്നുള്ള ഒച്ച കേട്ട് ഭയങ്കരമായിരിക്കുന്ന ജ്വാലകളോടുകൂടിയ ആ കാട്ടുതീ എല്ലാ ദിക്കിലും പടർന്നു പിടിച്ചപ്പോൾ വഴിയറിയാതെ അർദ്ധദഗ്ധാഹ ഇവ, പകുതി വെന്തതുപോലെ ദുഃഖിതരായിട്ട്, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥബന്ധുവായ ഭഗവാന്റെ അടുത്തേക്ക് എല്ലാവരും ഓടിയെത്തി. ഇനി 5-ാമത്തെ ശ്ലോകം. അലമലമതിഭീത്യ സർവതോ മീലയധ്വം, ദൃശമിതി തവ വാച മീലിതാക്ഷേഷു തേഷു, കൊനുദവദഹനോസൗ കുത്ര മുഞ്ചാഢവീസാ, സപദിവ വൃതിരേത്തേ ഹന്ത ഭാണ്ഡീരദേശേ. പദം മുറിച്ച് പറയാം. അലം അലം അതിഭീത്യ സർവതഃ മീലയധ്വം ദൃശം ഇതി തവ വാച മീലിത അക്ഷേഷു തേഷു, ക്വ नु ദവദഹനഃ असौ കുത്ര മുഞ്ചാടവി സാ സപദി വവൃതിരേ തേ ഹന്ത ഭാണ്ഡീരദേശേ. അതിഭീത്യ അലം അലം, അധികം പേടിക്കണ്ട, അത്രയൊന്നും പേടിക്കണ്ട, എങ്ങും നോക്കാതെ, അലമല മതി മതി, പേടിച്ചത് മതി, സർവതഃ ദൃശം മീലയധ്വം, എങ്ങും നോക്കാതെ കണ്ണടയ്ക്കൂ, ഇതി തവ വാച എന്നിങ്ങനെ അങ്ങയുടെ വാക്ക് കേട്ടിട്ട്, തേഷു മീലിതാക്ഷേഷു അവര് കണ്ണടച്ചപ്പോൾ, അസൗ ദവദഹനഃ കൊന്നു ഭയങ്കരമായ കാട്ടുതീയ്, കൊന്നു എവിടെ പോയി, സാ മുഞ്ചാടവി കുത്ര ആ പുൽക്കാടും എവിടെ പോയി, തേ സപതി ഭാണ്ഡീരദേശേ വവൃതിരേ അവരെല്ലാം, തേ സപതി പെട്ടെന്ന്, അവര് പെട്ടെന്ന്, ഭാണ്ഡീരദേശേ ഭാണ്ഡീരവനത്തില്, വവൃതിരെ എത്തിച്ചേർന്നു, ഹന്ത ആശ്ചര്യം. അപ്പോൾ കഠിനമായ താപം കൊണ്ട് പകുതി വെന്തതുപോലെയുള്ള ആ ഒരു അവസ്ഥയിൽ വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ തന്നെ, മതി മതി ഇനി പേടിക്കണ്ട, എവിടെ നോക്കണ്ട, എല്ലാവരും കണ്ണടച്ചോളൂ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കണ്ണടച്ചു. പിന്നീട് കണ്ണു തുറന്നപ്പോൾ കാട്ടുതീയുമില്ല, പുൽക്കാടും ഇല്ല, എല്ലാവരും ഭാണ്ഡീരവനത്തിൽ തന്നെ നിൽക്കാണ്. അപ്പോൾ ഗോപന്മാർ കണ്ണടച്ചു നിന്നപ്പോൾ ആ ഭയങ്കരമായ അഗ്നിയെ ഭഗവാൻ തൻ്റെ മുഖ അന്തർഭാഗത്തിൽ ലയിപ്പിച്ചു. കണ്ണടച്ചോളൂ, നേരിട്ട് അഗ്നിയെ നോക്കണ്ട എന്ന് പറയുമ്പോൾ, പ്രാരബ്ധങ്ങളെല്ലാം കണ്ണു ചിമ്മി അനുഭവിക്കുക, എന്നെ ശരണം പ്രാപിച്ച നിങ്ങളെ ഇനി ഈ ജന്മത്തിൽ അഗ്നിബാധയുണ്ടാകാതെ എന്ന് പറയുമ്പോൾ, അഗ്നിബാധ ഉണ്ടാകാതെ ഈ കാട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ പുനർജന്മമില്ലാത്ത വിധം ഈ സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ കടത്തിവിടാം. അപ്പോൾ ഇത് തന്നെയാണ് ഭക്തന്മാരുടെ ഭഗവത് പ്രാപ്തി അല്ലേ. യോഗമായ വൈഭവത്താൽ സിദ്ധിച്ചിരിക്കുന്ന ആ ശ്രീകൃഷ്ണൻ്റെ അപൂർവ പ്രഭാവം കൊണ്ടാണ് തങ്ങൾ കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഗോപന്മാർ ഉറപ്പിച്ചു. കൃഷ്ണൻ സാധാരണ മനുഷ്യനല്ല എന്ന് അവർ ആ സമയത്ത് ചിന്തിക്കുകയും ചെയ്തു. കൃഷ്ണസ്യ യോഗവീര്യം തത് യോഗമായാനുഭാവിതം ദാവാഗ്നേരാത്മനക്ഷേമം വീക്ഷതേ മേനിരേമരം. ഭാഗവതം. ഇനി 6-ാമത്തെ ശ്ലോകം. ജയ ജയ തവ മായാ കേയമീശേതി തേഷാം നുദിഭിരുദിതഹാസോ ബദ്ധനാനാവിലാസ പുനരഭി വിപിനാന്തേ പ്രാജരഃ പാടലാദി പ്രസവനികരമാത്ര ഗ്രാഹ്യ കർമാനുഭാവേ. പദം മുറിച്ച് പറയാം. ജയ ജയ തവ മായ
കാ ഇയം കേയം ഈശഃ ഇതി കാ ഇയം ഈശഃ ഇതി കേയമീശേതി കാ അയം ഈശ ഇതി കേയമീശേതി തേഷാം നുദിഭിഃ ഉദിതഹാസഃ ബദ്ധനാനാവിലാസഃ പുനഃ അപി വിപിനാന്തേ പ്രാചരഃ പാടലാദി പ്രസവ നിഗരമാത്ര ഗ്രാഹ്യ കർമ്മ അനുഭാവേ. ഹേ ഈശ ഗുരുവായൂരപ്പ, ജയ ജയ, അവിടുന്ന് ജയിച്ചാലും തവ മായ ഇയം ക, അങ്ങയുടെ ഈ മായ എത്രമാത്രം അത്ഭുതകരമാണ്. ഇതി തേഷാം നുദിഭിഹി എന്നിങ്ങനെ ആ കുട്ടികളുടെ പ്രശംസ കേട്ട് വിലാസഹ പുഞ്ചിരിച്ചുകൊണ്ട് ഉദിതഹാസഹ പല പല നേരം പോക്കുകളും പ്രയോഗിക്കുന്നവനായിട്ട് ഭഗവാനെ അവിടുന്ന് പാടലാദി പ്രസവ നിഗര മാത്ര പാതിരി മുതലായ മരങ്ങളുടെ പൂക്കളെ കൊണ്ട് മാത്രം ഗ്രാഹ്യ കർമ്മ അനുഭാവേ, ഇത് വേനലാണെന്ന് അറിയപ്പെടുന്ന വിപിനാന്തേ ആ കാട്ടില് വൃന്ദാവനത്തില് പുനഃ അപി വീണ്ടും പ്രാചരഹ പശുക്കളെ മേച്ചുകൊണ്ട് സഞ്ചരിച്ചു. അപ്പം അങ്ങനെ കൃഷ്ണൻ സാധാരണ മനുഷ്യനല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഗോപകുമാരന്മാര് അവിടുന്ന് ജയിക്കട്ടെ, അങ്ങയുടെ മായ എത്ര അത്ഭുതമാണ് എന്നിങ്ങനെ ആ കുട്ടികളെ പ്രശംസിക്കുന്നത് കേട്ടപ്പോൾ ഭഗവാൻ വേനൽക്കാലത്ത് മാത്രം പൂത്തുലയുന്ന പാതിരി മുതലായ മരങ്ങൾ പൂത്തു നിൽക്കുന്ന വൃന്ദാവനത്തിൽ പിന്നെയും പശുക്കളെ മേച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. ഇനി 7ാമത്തെ ശ്ലോകം. ത്വയി വിമുഖമിവോച്ചൈസ്താപഭാരം വഹന്തം തവ ഭജനവദന്തഃ പങ്കമുച്ഛോഷയന്തം തവ ഭുജവദുദഞ്ജദ്ഭൂരി തേജഃ പ്രവാഹം തവ സമയമനൈഷീർയാമുനേഷു സ്ഥലേഷു. പദം മുറിച്ച് പറയാം. ത്വയി വിമുഖം ഇവ ഉച്ചൈഃ താപഭാരം വഹന്തം തവ ഭജന വദന്തഃ പങ്കം ഉച്ഛോഷയന്തം തവ ഭുജവത് ഉദഞ്ജത് ഭൂരി തേജഃ പ്രവാഹം തപ സമയം അനൈഷീഃ യാമുനേഷു സ്ഥലേഷു. ത്വയി വിമുഖം ഇവ ഉച്ചൈഃ അങ്ങയിൽ നിന്ന് പിന്തിരിഞ്ഞവനെ പോലെ താപഭാരം വഹന്തം അത്യധികമായ താപത്തിൻ്റെ ചുമട് ചുമക്കുന്നതും തവ ഭജനവത് അന്തഃ പങ്കം ഉച്ഛോഷയന്തം അങ്ങയുടെ ഭജനം പോലെ ഉള്ളിലെ ചെളി മുഴുവനും മാലിന്യം മുഴുവനും വരട്ടിക്കളയുന്നതും തവ ഭുജവത് ഉദഞ്ജത് ഭൂരി തേജഃ പ്രവാഹം അവിടുത്തെ തൃക്കയ്യുപോലെ ഉജ്ജ്വലിക്കുന്ന ഉജ്ജ്വലിക്കുന്ന ഭൂരി തേജപ്രസരത്തോടു കൂടിയതുമായ തപസമയം ആ വേനൽക്കാലം അവിടുന്ന് യാമുനേഷു സ്ഥലേഷു അനൈഷീഃ യമുനയുടെ തീരപ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടി. ഈ ശ്ലോകത്തിൽ ഭഗവാനിൽ നിന്ന് ദൂരെ പോകുന്നവരുടെ സർവസന്താപങ്ങളെയും ഭഗവത് ഭജനം കൊണ്ട് ശുദ്ധമാകുന്ന മനസ്സിനെയും മനസ്സ് ശുദ്ധമാകുമ്പോൾ ആത്മജ്ഞാനം പ്രകാശിക്കുന്നതിനെയും വേനൽക്കാലത്തോട് കവി ഉപമിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ത്വയി വിമുഖമിവ ഉച്ചൈഃ താപഭാരം വഹന്തം ഭഗവാനിൽ നിന്ന് അകന്നു പോകുന്നവരുടെ മനസ്സ് എങ്ങനെയൊക്കെയാണോ തപിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അത്യധികമായ താപത്തിൻ്റെ ചുമട് ചുമക്കുന്ന വേനൽക്കാലം. ഇനി തവ ഭജനവത് അന്തഃ പങ്കം ഉച്ഛോഷയന്തം ഭഗവത് ഭജനം കൊണ്ട് ഭക്തരുടെ ഉള്ളിലെ മാലിന്യമെല്ലാം അകന്ന് താപത്രയങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുന്നത് പോലെ അധികരിച്ച ചൂടുകൊണ്ട് ഭൂമിയിലെ ചളിയെല്ലാം
നീങ്ങിയിട്ട് വറ്റി വരണ്ട് കിടക്കുന്ന വേനൽക്കാലം. അപ്പോൾ ഉജ്ജ്വലിക്കുന്ന തേജസ്, അതുപോലെ ഉജ്ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ ഭഗവാന്റെ തൃക്കൈ പോലെ വർദ്ധിച്ച സൂര്യപ്രഭ കൊണ്ട് ഉജ്ജ്വലിക്കുന്ന വേനൽക്കാലം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ വേനൽക്കാലത്ത് ഭഗവാൻ യാമുനേഷു സ്ഥലേഷു അനൈഷീഹി, യമുനയുടെ തീരപ്രദേശങ്ങളിൽ കഴിച്ചുകൂട്ടി. അടുത്തത് 8ാമത്തെ ശ്ലോകം. തദനു ജലദജാലേ സ്ത്വദ്വപുസ്തുല്യഭാഭിർവികസദമലവിദ്യുത് പീതവാസോ വിലാസൈഃ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസീ വ്യനൈഷീഃ. പദമുറിച്ച് പറയാം. തദനു ജലദജാലൈഃ ത്വദ് വപുഃ തുല്യഭാഭിഃ വികസത് അമല വിദ്യുത് പീതവാസോ വിലാസൈഃ. പീതവാസ വിലാസൈഃ സകലഭുവനഭാജാം ഹർഷദാം വർഷവേലാം ക്ഷിതിധരകുഹരേഷു സ്വൈരവാസി വ്യനൈഷീഃ. തദനു പിന്നീട്, ത്വം അവിടുന്ന്, ത്വദ് വപുഃ തുല്യഭാഭിഃ അങ്ങയുടെ ദേഹശോഭയോട് തുല്യമായ, ത്വദ്വപുസ്തുല്യ ദേഹശോഭയോട് തുല്യമായ, ഭാഭിഃ കാന്തിയും, അതുപോലെ വികസത് അമല വിദ്യുത് പീതവാസോ വിലാസൈഃ തെളിഞ്ഞു മിന്നുന്ന മിന്നൽ പിണരുകളെ കൊണ്ട് പീതാംബരത്തിൻ്റെ ഭംഗിയും കലർന്ന, ജലദജാലൈഃ മഴക്കാറുകൊണ്ട്, സകലഭുവനഭാജാം എല്ലാവർക്കും, ലോകത്തിലെ എല്ലാവർക്കും ഹർഷദാം സന്തോഷം നൽകുന്ന, വർഷവേലാം വർഷക്കാലം, ക്ഷിതിധരകുഹരേഷു പർവ്വതഗുഹകളിൽ, സ്വൈരവാസി വ്യനൈഷീഃ സ്വൈരമായിട്ട് അങ്ങനെ കഴിച്ചുകൂട്ടി. ഇനി വർഷക്കാലത്ത് എങ്ങനെയാണ് ഭഗവാനും കൂട്ടുകാരും ഒക്കെ കഴിച്ചുകൂട്ടിയത് എന്ന് ഈ ശ്ലോകത്തിൽ പറയാണ്. വേനൽക്കാലം കഴിഞ്ഞ് വർഷക്കാലം വന്നു. വർഷക്കാലത്തിന് മേൽപ്പത്തൂർ ഇവിടെ ഭഗവാനുമായിട്ട് ഉപമിക്കുകയാണ്. ഭഗവാന്റെ ശ്യാമവർണ്ണമുള്ള ശരീരത്തോട് തുല്യമായ പ്രകാശത്തോടു കൂടിയ മേഘങ്ങളോട് കൂടിയതും, അതുപോലെ തന്നെ ഭഗവാന്റെ മഞ്ഞപ്പട്ടുപോലെ തെളിഞ്ഞു മിന്നുന്ന ഇടിമിന്നലോട് കൂടിയതും, അതുപോലെ തന്നെ സകല ജീവജാലങ്ങൾക്കും അന്നത്തെ പ്രദാനം ചെയ്യുന്നതും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നതുമായ ആ വർഷക്കാലം ഭഗവാൻ പർവ്വത ഗുഹകളിൽ സ്വൈരമായി വസിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. ഇനി 9ാമത്തെ ശ്ലോകം. കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്ര ശിഖികുല നവകേക കാകുഭിസ്തോത്രകാരി സ്ഫുടകുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലിഞ്ച പ്രവിദധനുഭേജേ ദേവ ഗോവർദ്ധനോസൗ. പദമുറിച്ച് പറയാം. കുഹര തല നിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്രഃ ശിഖികുല നവ കേക കാകുഭിഃ സ്തോത്രകാരി സ്ഫുടകുടജ കദംബസ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദധത് അനുഭേജേ ദേവ ഗോവർദ്ധനഃ അസൗ. ഹേ ദേവ, അല്ലയോ ഭഗവാനെ, അസൗ ഗോവർദ്ധനഃ ഈ ഗോവർദ്ധനമെന്ന ഗിരീന്ദ്രഃ പർവ്വതം, ശിഖികുല നവ കേക കാകുഭിഃ മയിലുകളുടെ ആഹ്ലാദ സൂചകങ്ങളായ ഭംഗിയുള്ള ശബ്ദങ്ങളാൽ, സ്തോത്രകാരി സ്തുതിച്ചും, സ്ഫുടകുടജ കദംബസ്തോമ പുഷ്പാഞ്ജലിയും പൊട്ടിവിടരുന്ന കുടകപ്പാല, കടമ്പ് മുതലായ മരങ്ങളുടെ പൂക്കളെ കൊണ്ട്
പുഷ്പാഞ്ജലി ചെയ്തതും. പുഷ്പാഞ്ജലിം പ്രവിദധത് ച, പുഷ്പാഞ്ജലി ചെയ്തും. കുഹരതല നിവിഷ്ടം ഗരിഷ്ടം, ഗുഹാതലത്തിൽ എഴുന്നള്ളിയിരുന്ന മഹാനുഭാവനായ ത്വാം അനുഭേജെ, അങ്ങയെ ഉപചരിച്ചു. ഇവിടെ ഈ പർവ്വത ഗുഹകളിൽ ഭഗവാൻ സ്വൈരമായി ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗോവർദ്ധന പർവ്വതം എങ്ങനെയൊക്കെയാണ് ഭഗവാനെ സേവിച്ചത് എന്ന് മേൽപ്പത്തൂര് മനോഹരമായിട്ട് തന്നെ വർണ്ണിക്കുകയാണ്. മയിലുകളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ആഹ്ലാദകരമായ ശബ്ദങ്ങളെ കൊണ്ട് പർവ്വതം ഭഗവാനെ സ്തുതിക്കുകയാണ്. അതുപോലെ കുടകപ്പാല, കടമ്പ് എന്നിങ്ങനെയുള്ള മരങ്ങളിൽ പൊട്ടിവിടരുന്ന പൂക്കൾ താഴേക്ക് ഉതിർന്നു വീഴുന്നു. അപ്പം അത് ഗോവർദ്ധനം ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുന്നതാണ് എന്നാണ് പറയണത്. അപ്പം അങ്ങനെയൊക്കെ സ്തുതിച്ചും പുഷ്പാഞ്ജലി ചെയ്തും പർവ്വത ഗുഹയിൽ സ്വൈരമായിട്ട് ക്രീഡിച്ചു കൊണ്ടിരുന്ന ഭഗവാനെ ആ ഗോവർദ്ധന പർവ്വതം ഇങ്ങനെയൊക്കെ ഉപചരിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. അഥ ശരദമുപേദാം താം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ് പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. പദമുറിച്ച് പറയാം. അഥ ശരദം ഉപേദാം താം ഭവത് ഭക്തചേതഃ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണം അമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഹ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. അഥ അതിനുശേഷം ഉപേദാം ഭവദ്ഭക്ത ചേതോ വിമല സലിലപൂരാം. അഥ ഉപേദാം അതിനുശേഷം വന്നു ചേർന്ന, ഉപേദാം എന്ന് പറയുമ്പോൾ വന്നു ചേർന്ന, അതായത് വർഷക്കാലം കഴിഞ്ഞപ്പോൾ വന്നു ചേർന്ന ഭവത് ഭക്ത ചേതോ വിമല, ഭക്തജനങ്ങളുടെ മനസ്സുപോലെ വിമല നിർമ്മലമായ സലിലപൂരാം വെള്ളമുള്ള ആ താം ശരദം ആ ശരൽക്കാലത്തെ എന്ന് പറയുമ്പോൾ വർഷക്കാലം കഴിഞ്ഞപ്പോൾ വന്നെത്തിയ ഭക്തജനങ്ങളുടെ മനസ്സുപോലെ നിർമ്മലമായ വെള്ളമുള്ള ആ ശരത്കാലം. ഇപ്പം എന്താണ്, വർഷക്കാലം കഴിഞ്ഞ് ശരത്കാലം വന്നപ്പോൾ കാനനേഷു മാനയൻ കാടുതോറും നടന്ന് ആദരിക്കുന്നവനായിട്ട് അമലവനാന്തേ ഗാഹ തൃണം ചാരു സഞ്ചാരയൻ ത്വം. അമലവനാന്തേ ആ തെളിഞ്ഞ കാടുകളുടെ നടുക്ക് പൈക്കളെ ഭംഗിയായിട്ട് പുല്ലു തീറ്റിക്കൊണ്ട്, ഗാഹ തൃണം പുല്ല് തീറ്റിക്കൊണ്ട്, ചാരു സഞ്ചാരയൻ അങ്ങനെ ഭംഗിയായിട്ട് സഞ്ചരിക്കുന്ന ത്വം അവിടുന്ന്, ഹേ പവനപുരപദേ മേ ദേഹസൗഖ്യം ദേഹി, ഗുരുവായൂരപ്പ എനിക്ക് ദേഹസൗഖ്യം തന്ന് അനുഗ്രഹിക്കണേ. അപ്പം അങ്ങനെ വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഭക്തന്മാരുടെ മനസ്സുപോലെ തന്നെ നിർമ്മലമായ വെള്ളമുള്ള ശരത്കാലം വന്നെത്താണ്. മഴക്കാലം വന്നപ്പോൾ ഭൂമിയിലെ അഴുക്കുകളെല്ലാം ഒഴുകിപ്പോയി. അങ്ങനെ തെളിഞ്ഞ നീരുറവയോടുകൂടിയ ആ ശരത്കാലം വർദ്ധിച്ച ഭക്തി കൊണ്ട് മനോമാലിന്യങ്ങളെല്ലാം ഒഴുകിപ്പോയി നിർമ്മലമായ മനസ്സോടുകൂടിയ ഭക്തന്മാരുടെ മനസ്സ് പോലെയുള്ള ശരത്കാലം എന്നാണ് ഇവിടെ പറയണത്. ഉപേദാം ഭവദ്ഭക്തചേതോ വിമല സലിലപൂരാം താം ശരദം. അപ്പോൾ അങ്ങനെയുള്ള ആ ശരത്കാലത്തിൻ്റെ ആ മഹത്വത്തെ ബഹുമാനിച്ചുകൊണ്ട് കാടിൻ്റെ നടുക്ക് പൈക്കൂട്ടത്തെ വേണ്ടതുപോലെ പുല്ല് തീറ്റിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പ എനിക്ക് ദേഹസുഖം തന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 58ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.